ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തി വെക്കുക, വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് ഇന്ന് വൈകുന്നേരം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനപ്പോൾ. ചിക്കൻ കറി മാത്രം വെച്ചാൽ മതി, ബാക്കി പൊറോട്ടയും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങി വരാമെന്ന് ഷൈജു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി, ചിക്കൻ കറിയൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ചിക്കൻ കറി വെച്ച് കൊടുക്കുന്നതാണ്. പൊറോട്ടയ്ക്ക് നല്ല ഗ്രേവിയും കാര്യങ്ങളെല്ലാം ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഞാൻ നല്ല തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടാണ് ഇന്ന് ചിക്കൻ കറി വെച്ചത്. എല്ലാ ദിവസവും വെക്കുന്ന പോലെയല്ല കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, ഞാൻ വെച്ചാൽ ശരിയാവുമോ, എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എനിക്ക്. കുക്കിങ്ങെല്ലാം ഞാൻ വേഗം പിള്ളേരെല്ലാം വരുമ്പോൾ സെറ്റാക്കി വെച്ചു, കാരണം അവർ വന്ന ശേഷം കുക്കിംഗ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫുഡെല്ലാം നേരത്തെ ആക്കി വെച്ച് ലച്ചുവിനെ കുളിപ്പിച്ചിട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുക്കി വിട്ടിട്ടില്ല, കാരണം ഓളെ നേരത്തെ ഒരുക്കി വിട്ടാൽ കേക്കെല്ലാം മുറിക്കാനാകുമ്പോൾ മൊത്തം അലങ്കോലമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ച് കയറ്റിയിട്ടേ ഉള്ളൂ, ഡ്രസ്സൊന്നും ഇടിച്ച് കൊടുത്തിട്ടില്ല. ആ സമയത്ത് പിള്ളേരെല്ലാം വേഗം വന്നു. ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മൾ കുട്ടികളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ലച്ചുവിൻ്റെ ഏട്ടനും അനിയത്തിമാരെല്ലാം വിളിച്ചിട്ടുള്ളത്. ഇതെല്ലാം എൻ്റെ ഏച്ചീൻ്റെ ഏട്ടൻ്റെയും മക്കളാണ്. അപ്പോൾ അവരെല്ലാം വിളിച്ചിട്ടാണ് ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്താമെന്ന് വിചാരിച്ചത്. എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു, കാസർഗോഡ് നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഷൈജുവിൻ്റെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. കുറേ ദിവസമായിട്ട് ലച്ചോട്ടിൻ്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കലാന്ന് കേട്ടോ. ആ ദിവസം വന്നെത്തി. ഇനി വേണ്ട ബലൂണും കാര്യങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അതെല്ലാം സെറ്റ് ചെയ്തത് പിള്ളേരെല്ലാവരും വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്ന് ബലൂണെല്ലാം വീർപ്പിച്ച് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അവരെല്ലാം വരുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കണ്ട, അവരെല്ലാം വന്നിട്ട് സെറ്റ് ചെയ്തോളും എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം അവരെ ഏൽപ്പിച്ച്. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കെല്ലാം തുടങ്ങി. ഞാൻ വിചാരിച്ചു ലച്ചുട്ടി ഒട്ടും സഹകരിക്കില്ല, എല്ലാവരെയും കാണുമ്പോൾ ടെൻഷനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല. എല്ലാവരും ഒപ്പരം കളിക്കലും ചിരിക്കലും ഓടലും ചാടലും അങ്ങനത്തെ പരിപാടിയെല്ലാമാണ് ലച്ചൂട്ടീൻ്റെ കാര്യം. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം കളിച്ച് ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കൽ തുടങ്ങി. ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ ലച്ചുട്ടിക്ക് അവരൊപ്പരം തന്നെ കഴിക്കണം എന്ന് വെച്ചിട്ട് വാശിയായി. പിന്നെ അവളെ അവരൊപ്പരം തന്നെ വിട്ട്. അങ്ങനെ ലച്ചുട്ടിൻ്റെ ആഘോഷം അടിപൊളിയായിട്ടാ. പിള്ളേരെ കണ്ടാൽ അവൾക്ക് എന്നാ ചെയ്യണ്ടേ, എവിടെയാണ് പോകണ്ടേ, എന്തെല്ലോ കളിയാന്നുള്ളത്. ഒരുപാട് ഗിഫ്റ്റെല്ലാം കൊണ്ട് തന്നിട്ട് എല്ലാവരും വരുമ്പോൾ അതാണ് നമുക്ക് ഭയങ്കര സന്തോഷമായത്. ഓള് വിചാരിച്ചിട്ടുണ്ടാവും ഇതെപ്പോൾ ഈ പരിപാടി നടക്കട്ടെ എന്ന്, കാരണം എല്ലാവരും ഓരോ സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. അത് കണ്ടിട്ട് തന്നെ ഓക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിനി.
ഇനി ലച്ചൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കുറച്ചായിട്ട് കാണിക്കട്ടോ. ഫുള്ള് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അച്ചാച്ചൻ്റെ വകയെല്ലാം മുന്നേ കിട്ടിയിട്ടുണ്ട്, 2 ദിവസം മുമ്പേ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ. അതുകൊണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലച്ചൂട്ടിയെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം ഓളുണ്ടാലും ഇതൊന്നും കാണിക്കാനോ ഒന്നിനും പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ സൈഡ് ലച്ചൂട്ടിനെ ഉറക്കിയിട്ടാണ് ഈ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചത്. കാരണം ഓൾ എണീച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപാടി നടക്കൂലല്ലോ എന്ന് വെച്ചിട്ട് ഓളും വീട്ടിലെല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളും കളിപ്പാട്ടെല്ലാം എടുത്ത് നോക്കുന്നത്. എല്ലാവരും ഉറങ്ങിയ ശേഷമാണ്. എല്ലാവരും എന്തെല്ലോ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് നോക്ക് മനസ്സിലായില്ല. പക്ഷെ അതിൻ്റെ അകത്ത് എന്നാന്നുള്ളതൊന്നും നോക്ക് മനസ്സിലാക്കാനുള്ള വയസ്സായിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരെല്ലാം കൊടുക്കുമ്പോൾ സംഭവം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രസ്സും ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ആയിരിക്കും എന്നുള്ള കാരണം നമുക്കറിയില്ലല്ലോ. നല്ല കുഞ്ഞുടുപ്പും പിന്നെ ഹെയർ ബാൻഡ്, വള, ക്ലിപ്പ്, മാല അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ കിട്ടിയത്. കുറേ വാവാച്ചിയും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പരിപാടി രാത്രിക്കായതുകൊണ്ട് ഷൈന്ന് ലീവൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പകൽ പണിക്ക് പോയിനി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാനിത് അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ, എനിക്ക് ക്ഷീണം പിടിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ കഴിയും, നമ്മൾ പെട്ടെന്ന് ശരിയാക്കി തരാമെന്നല്ല. എന്നിട്ട് പൊളിക്കാൻ നോക്കുമ്പോൾ ഒന്നും തുറന്നിട്ട് കിട്ടുന്നില്ല. ആപ്പാട് അമ്പോ ഇതിനെ കൊണ്ടാന്നല്ല ഞാൻ ഗിഫ്റ്റ് തുറക്കാൻ വന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയലാന്ന്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ ലച്ചൂട്ടി കിട്ടിയത്. അതിന് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്കൊരാൾ ഗിഫ്റ്റെല്ലാം തരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സല്ല. അപ്പോൾ ലച്ചുവിന് ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതെല്ലാം ലച്ചുവിന് കിട്ടിയത് കണ്ടിട്ട്. നമ്മളെ ബർത്ത്ഡേ കാര്യങ്ങളൊന്നും പണ്ട് ആഘോഷിക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങളെല്ലാം എനിക്ക് ഭയങ്കര, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെറിയ കാര്യങ്ങളും മതി എനിക്ക് ഭയങ്കര ഹാപ്പി ആകാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ലച്ചുട്ടീനെ രാത്രി ഉറക്കിയിട്ട് ഒക്കെ ഉറങ്ങണ്ട, എല്ലാവരും ഒപ്പരം കളിക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കലാണ്. നമുക്ക് നാളെ പോകാം, നാളെ ബർത്ത്ഡേ കളിക്കുക എന്നെല്ലാം വേണ്ടിയാണ് എങ്ങനെയല്ലോ കഥ പറഞ്ഞിട്ടാണ് ഞാൻ ഉറക്കിയത്. എന്നിട്ട് രാവിലെ എണീച്ച് ഞാൻ കണ്ണ് തുറന്ന് എണീച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം എടുത്തിട്ടാണ് അവളെ കാണിച്ചിരുന്നത്. അത് കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്ക് ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഇന്നലെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണോ എന്നാണ് എന്നുള്ള പരിപാടിയൊന്നും അവൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും കാണിച്ചിട്ട് ഇങ്ങനെ പറയലാന്ന്, ഇത് അവർ കൊണ്ടുവന്നെയാണ് ഇവർ കൊണ്ടുവന്നെയാന്ന് എന്നിട്ട് ഓരോ സാധനമൊക്കെ കൊടുക്കുന്നതാണ്. ഓക്കും കൂടി അറിയണ്ടേ ഇത് അവർ കൊണ്ടു തന്നെയാണ് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓക്കാണെങ്കിൽ ഭയങ്കര സംശയങ്ങളെല്ലാന്ന്, ഇത് എങ്ങനെയാണ് സംഭവം, എവിടുന്നാന്ന്, എപ്പോൾ കിട്ടിയതാണ്, ആര് വാങ്ങിക്കൊണ്ടുവന്നതാണ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാന്ന് ഓൾ ചോദിക്കുന്നത്. ഓൾ കാണുന്ന അവർ ഗിഫ്റ്റ് ബോക്സാക്കി കൊണ്ടുവന്നതല്ലേ, ഈ പൊട്ടിക്കുന്നതും പൊളിക്കുന്നതൊന്നും ഞാൻ ഓൾ കാണുന്നില്ലല്ലോ. എന്തായാലും ചെറുതായിട്ട് നടത്തിയ പരിപാടി എന്നെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ബൈ ബൈ.